കടലിന്റെ ആ ഒരു ഇരുമ്പൽ, പിന്നെ ചരിത്രത്തിന്റെ ഗന്ധം, ആഘോഷങ്ങളുടെ ആ താളം, ഇതെല്ലാം കൂടി ഒരുമിക്കുന്നൊരിടം, അതാണ് ഗോവ. അപ്പോൾ ഇന്ത്യയുടെ ഈ ഒരു കൊച്ചു സ്വർഗത്തിന്റെ ഹൃദയത്തിലേക്ക്, അതിന്റെ ആത്മാവിലേക്ക് നമുക്കൊന്ന് ഒരുമിച്ച് സഞ്ചരിച്ചാലോ? ഗോവ ഒരിക്കൽ കണ്ടാൽ മതിയാകില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരൊറ്റ വാചകത്തിലുണ്ട് ഗോവയുടെ മുഴുവൻ മാന്ത്രികതയും, അല്ലേ? എന്തുകൊണ്ടായിരിക്കും ഒരിക്കൽ പോയവരൊക്കെ വീണ്ടും വീണ്ടും അങ്ങോട്ട് തന്നെ പോകുന്നത്? ഈ യാത്രയുടെ അവസാനമാകുമ്പോഴേക്കും നമുക്ക് ഒരുമിച്ച് ആ രഹസ്യം കണ്ടുപിടിക്കാം. ഇന്ത്യയുടെ മിനി സ്വർഗം ഗോവയ്ക്ക് ആ ഒരു പേര് കിട്ടിയത് വെറുതെയൊന്നുമല്ല. അപ്പോ എന്തൊക്കെയാണ് ആ സ്വർഗത്തിലെ കാഴ്ചകൾ? നമുക്കൊന്ന് നോക്കാം, അല്ലേ? ഗോവയുടെ ആ ഒരു ഭംഗി, അത് ശരിക്കും പല കാര്യങ്ങളുടെ ഒരു കോമ്പിനേഷനാണ്. ഒന്നാലോചിച്ചു നോക്കിയേ. തിരമാലകൾ ഇങ്ങനെ തീരത്ത് വന്ന് തഴുകുന്ന അടിപൊളി ബീച്ചുകള്, പിന്നെ നൂറ്റാണ്ടുകളുടെ കഥ പറയുന്ന ആ പഴയ പള്ളികള്, അതൊരു പ്രത്യേക ഫീലാണ്. പോർച്ചുഗീസ് സ്വാധീനം കലർന്ന ഒരു പ്രത്യേക സംസ്കാരമുണ്ട് അവിടെ. അത് വെറും കെട്ടിടങ്ങളിൽ മാത്രമല്ല കേട്ടോ, അവിടുത്തെ പാട്ടിലും ഫുഡിലും ഒക്കെ അതുണ്ട്. കൂട്ടത്തിൽ വായിൽ വെള്ളമൂർന്ന സീ ഫുഡും. ശരിക്കും ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഗോവ ഒരു അനുഭവമായി മാറുന്നത്. ഗോവയുടെ തീരപ്രദേശത്തിന് ഒരു നാണയത്തിന് ഇരുവശങ്ങളുള്ള പോലെ രണ്ട് മുഖങ്ങളുണ്ട്. ഒന്ന് നോർത്ത് ഗോവ, പിന്നെ സൗത്ത് ഗോവ. രണ്ടും നമുക്ക് തരുന്നത് രണ്ട് തരം എക്സ്പീരിയൻസ് ആണ്, കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. ഇപ്പോ നിങ്ങൾക്ക് വേണ്ടത് ഫുൾ ആക്ഷനും പാർട്ടിയൊക്കെ ആണെങ്കിൽ, രാത്രിയെ പകലാക്കുന്ന ആ ഒരു വൈബാണെങ്കിൽ നേരെ വിട്ടോ നോർത്ത് ഗോവയിലേക്ക്. അതാണ് സ്പോട്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് വേണ്ടത് കുറച്ച് ശാന്തതയും പ്രകൃതി ഭംഗിയൊക്കെ ആണെങ്കിൽ ഒരു സംശയം വേണ്ട, സൗത്ത് ഗോവയാണ് നിങ്ങളുടെ സ്ഥലം. സത്യം പറഞ്ഞാൽ അവിടുത്തെ ഓരോ സൂര്യാസ്തമയവും അത് മനസ്സിൽ നിന്നും മായില്ല. അപ്പോ നമുക്ക് നോർത്ത് ഗോവയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതാണ് ശരിക്കും ഗോവയുടെ ആഘോഷങ്ങളുടെ ഒക്കെ ഒരു ഹബ്ബ്. ബാഗ, കലങ്കൂട്ട്, അഞ്ജുന, ഈ ബീച്ചുകളൊക്കെ എപ്പോഴും ഫുൾ ഓൺ എനർജിയാണ്. പാട്ടും ഡാൻസും ആൾക്കൂട്ടവും ഒക്കെ ആയിട്ട് എപ്പോഴും ലൈവാണിവിടെ. നോർത്ത് ഗോവയിലെ ബീച്ചുകളിൽ ചെന്നാല് പിന്നെ അഡ്വഞ്ചറിനൊരു കുറവുമില്ല. ജെറ്റ് സ്കീയിങ്, ബനാന ബോട്ട് റൈഡ്, പാരാസെയിലിങ്, അങ്ങനെ കടലിന്റെ ആ ഒരു ശക്തിയോട് മത്സരിക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പൊ എന്താ, നിങ്ങൾ റെഡിയാണോ തിരമാലകളോട് ഒന്ന് കൊമ്പ് കോർക്കാൻ? ഓക്കെ, ഇനി നമുക്ക് നോർത്ത് ഗോവയുടെ ആ തിരക്കുകളിൽ നിന്നൊക്കെ ഒന്ന് മാറി സൗത്തിലേക്ക് പോകാം. പാലോലം, കോൾവ, അങ്ങനെയുള്ള ബീച്ചുകൾ. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് കട്ട ശാന്തതയാണ്. ശരിക്കും ഈ ലോകത്തിന്റെ ബഹളമൊക്കെ ഒന്ന് മറന്ന് കടൽ കാറ്റും കൊണ്ട് സ്വന്തം മനസ്സ് പറയുന്നത് കേൾക്കാൻ പറ്റിയ ഒരിടം. അപ്പോ ഗോവ എന്ന് പറഞ്ഞാല് ബീച്ചുകൾ മാത്രമല്ല കേട്ടോ, തീരങ്ങളിൽ നിന്ന് നമ്മൾ ഉള്ളിലേക്കൊന്ന് കേറിയാ മതി. നൂറ്റാണ്ടുകളുടെ ചരിത്രമാണ് നമ്മുടെ മുന്നിൽ തുറന്നു വരുന്നത്. പ്രത്യേകിച്ച് പോർച്ചുഗീസ് കാലഘട്ടത്തിന്റെ ഓർമ്മകൾ, അതൊക്കെ ഇന്നും അവിടെ മായാതെ നിൽപ്പുണ്ട്. നമ്മുടെ ഈ ചരിത്രയാത്ര നമുക്ക് തുടങ്ങേണ്ടത് തലസ്ഥാനമായ പനാജിയിൽ നിന്നാണ്. മനോഹരമായ മണ്ഡോവി നദിയുടെ തീരത്താണ് ഈ നഗരം. ശരിക്കും പറഞ്ഞാൽ ഗോവയുടെ ചരിത്രത്തിലേക്കുള്ള ഒരു ഗേറ്റ്വേ ആണിത്. അവിടുത്തെ ഓരോ തെരുവിനും കാണും ഓരോ കഥ പറയാൻ. ഓൾഡ് ഗോവയുടെ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്നറിയോ? വെറുതെ പറയുകയല്ല, യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. അതായത് ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ചരിത്ര സ്മാരകങ്ങളാണ് അവിടെയുള്ളത്. അതൊരു ചെറിയ കാര്യമല്ല, അല്ലേ? അതിലൊന്നാണ്
ഓൾഡ് ഗോവയിലെ ബോം ജീസസ് ബസിലിക്ക. വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ ഭൗതികാവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്ന ഒരു പുണ്യസ്ഥലമാണത്. പിന്നെ പനാജിയിൽ ചെന്നാൽ ആ വെളുത്ത നിറത്തിലുള്ള അവർ ലേഡി ഓഫ് ഇമാക്യുലേറ്റ് കോൺസെപ്ഷൻ ചർച്ച്. ഇതൊക്കെ പോർച്ചുഗീസ് ആർക്കിടെക്ചറിന്റെ ഗാംഭീര്യം കാണിച്ചു തരുന്നവയാണ്. അതുപോലെ കടലിന് കാവലായി നിൽക്കുന്ന ചാപ്പൂറയും അഗ്വാഡയും ഒക്കെ ഗോവയുടെ ചരിത്രത്തിന്റെ കരുത്ത് വിളിച്ചു പറയുന്ന കോട്ടകളാണ്. അപ്പോ ഇനി നമുക്ക് ഗോവയുടെ ആത്മാവിലേക്ക് കടന്നു ചെല്ലാം. കാരണം അവിടുത്തെ ജീവിതം അതൊരു ഫെസ്റ്റിവൽ തന്നെയാണ്. ബീച്ചുകൾക്കും പള്ളികൾക്കും അപ്പുറം ഒരുപാട് കാര്യങ്ങൾ ഗോവയിൽ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ടിറ്റോസ് ലെയിനിലെ ആ നൈറ്റ് ലൈഫ്, കാസിനോകൾ, അതൊരു ലോകം. പിന്നെ ഏലത്തിന്റെയും ഗ്രാമ്പൂവിന്റെയും ഒക്കെ മണം നമ്മളെ വേറെവിടെയോ എത്തിക്കുന്ന സ്പൈസ് പ്ലാന്റേഷനുകൾ. മഴക്കാലത്താണെങ്കിൽ ഒരു പാൽക്കടൽ താഴേക്കൊഴുകി വരുന്ന പോലെയുള്ള ഗംഭീരൻ ദൂദ്സാഗർ വെള്ളച്ചാട്ടം. പക്ഷെ ഇതിനെല്ലാം അപ്പുറം നമ്മളെ എപ്പോഴും ഒരു ചിരിയോടെ സ്വാഗതം ചെയ്യുന്ന അവിടുത്തെ ആളുകളാണ്, വളരെ ഫ്രണ്ട്ലിയായ മനുഷ്യർ. ഗോവ എപ്പോഴും ഒരു സെലിബ്രേഷൻ മോഡിലാണ്. പ്രത്യേകിച്ച് ക്രിസ്മസ്, ന്യൂ ഇയർ സമയത്തൊക്കെ ചെന്നാൽ ആ നാട് മൊത്തം ഒരു കളർഫുൾ ലോകമായി മാറും. മ്യൂസിക് ഫെസ്റ്റിവൽസ്, ഫുഡ് ഫെസ്റ്റിവൽസ്, അങ്ങനെ എന്തൊക്കെയാ. ശരിക്കും പറഞ്ഞ വർഷത്തിൽ എപ്പോ ചെന്നാലും ഗോവ നമ്മളെ നിരാശപ്പെടുത്തില്ല, ഉറപ്പ്. അപ്പോ കടലിന്റെ ഈ ഒരു ഉരമ്പലും ചരിത്രത്തിന്റെ അടയാളങ്ങളും പിന്നെ ആഘോഷങ്ങളുടെ ആരവങ്ങളുമൊക്കെ നിറഞ്ഞ ഈ ലോകം നിങ്ങളെയും അങ്ങോട്ട് ആകർഷിക്കുന്നില്ലേ? ആർക്കാണ് അങ്ങോട്ടൊന്ന് പോകാൻ തോന്നാതിരിക്കുക? അതെ, അത് തന്നെയാണ് കാര്യം. ആളുകളെ പരസ്പരം അംഗീകരിക്കുന്ന സമാധാനം നിറഞ്ഞ ഒരിടം. ഗോവയിലെത്തുന്ന ഏതൊരാളെയും അത് പുതുക്കിയെടുക്കും. അതൊരു സ്വർഗം തന്നെയാണ്, അതൊരു വാഗ്ദാനം കൂടിയാണ്. അപ്പോ നമ്മള് തുടങ്ങിയ ഇടത്തേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു. ഇത്രയധികം അനുഭവങ്ങൾ, ഇത്രയധികം ഓർമ്മകൾ, ഇതൊക്കെ തരുന്നൊരിടത്തുനിന്ന് എങ്ങനെയാ നമ്മൾ ഒരു തവണ മാത്രം പോയിട്ട് മടങ്ങുക? പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത്, ഗോവ ഒരിക്കൽ കണ്ടാൽ മതിയാവില്ല. ഓരോ തവണ ചെല്ലുമ്പോഴും അത് നമുക്കായി പുതിയ എന്തെങ്കിലും ഒന്ന് കരുതി വെച്ചിട്ടുണ്ടാകും. ഗോവയിലെത്തിയാല് പലരും പ്ലാൻ ചെയ്യുന്ന ഒന്നാണ് ഈ മണ്ടോവി നദിയിലൂടെയുള്ള ഒരു ക്രൂയിസ് യാത്ര, അല്ലേ? അറബിക്കടലിന്റെ ആ ഒരു ഭംഗിയും ഗോവൻ തീരങ്ങളുമൊക്കെ ശരിക്കും ഒരു വെറൈറ്റി ആംഗിളിൽ കാണാൻ പറ്റിയ ഒരു അവസരമാണിത്. അപ്പൊ ഈ യാത്രയെക്കുറിച്ച് നമുക്ക് പ്രധാനമായിട്ടും അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഒന്നാമതായിട്ട് മിക്കവരും എടുത്തു പറയുന്ന ഒരു കാര്യം അവിടുത്തെ സൂര്യാസ്തമയ കാഴ്ചയാണ്. ആ കപ്പലിന്റെ തുറന്ന ഡെക്കിലിരുന്ന് സൂര്യൻ ഇങ്ങനെ സ്വർണ്ണ നിറത്തിൽ താഴുന്നത് കാണുന്നതും, അതുപോലെ രാത്രിയാവുമ്പോൾ ലൈറ്റൊക്കെ ഇട്ട് തിളങ്ങി നിൽക്കുന്ന ആ പനാജി നഗരം കാണുന്നതും ശരിക്കും ഒരു ഫെസ്റ്റിവൽ ഫീല് തരുന്ന കേൾക്കുന്നത്. കൂടെ നല്ല തണുത്ത കാറ്റും നദിയിലെ ചെറിയ ഓളങ്ങളുമൊക്കെ ആവുമ്പോൾ യാത്ര നല്ല രസമായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാല് യാത്രയെ നല്ല ലൈവ് ആക്കി നിർത്തുന്ന പരിപാടികളാണ്. പല ക്രൂയിസുകളിലും
ലൈവ് മ്യൂസിക് ഉണ്ടാവും, DJ പാർട്ടികൾ, പിന്നെ ഗോവയുടെ സ്വന്തം ഡാൻസ് ഫോംസ് ഒക്കെ കാണാൻ പറ്റും. കൂട്ടത്തില് നല്ല കടൽ വിഭവങ്ങളും ഡ്രിങ്ക്സും കിട്ടും. കുറച്ചുകൂടെ റൊമാൻറ്റിക് ആയിട്ട് ഇരിക്കണം എന്നുള്ളവർക്ക് ചില ക്രൂയിസുകളിൽ കാൻഡിൽ ലൈറ്റ് ഡിന്നർ സൗകര്യവും ഉണ്ട് കേട്ടോ. അവസാനമായിട്ട് ഇതാർക്കൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടും. റൊമാൻറ്റിക് ആയിട്ട് ഒരു വൈകുന്നേരം ചെലവഴിക്കാൻ നോക്കുന്ന കപ്പിൾസിന് ഇത് ബെസ്റ്റ് ഓപ്ഷനാണ്. അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒരുമിച്ചിരുന്ന് നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാനും പറ്റിയ സ്ഥലമാണ്. ഗോവയുടെ കുറച്ചൊരു ലക്ഷറി സൈഡ് എക്സ്പീരിയൻസ് ചെയ്യാനും ഇത് നല്ലതാണ്. അപ്പോ ചുരുക്കി പറഞ്ഞാല് കാഴ്ചകളും പാട്ടും ഫുഡും ഒക്കെ ആയിട്ട് ഗോവയിലെ ഈ ക്രൂസ് യാത്ര മിക്കവർക്കും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരിക്കും നൽകുന്നത്. The guitar strung by the silver shore, every heart sings once more, once more. Love and laughter fill the night, go slow, I will know the night. Tell us so, I will run around. गोवा क्रुझेस आचर ही एक म्हणल्यार संक्षिप्त नदोर. ओके, सो हो अरबी दोऱ्या आणि मांडोवी नद्यांतल्यान चालपी एकदम विलासी अनुभव असा नाही, जो गोंयच्या दोऱ्यान देगांचे सोबिताय दाखविता. लोक म्हणतात एक अविस्मरणीय अनुभव. पहिले चवल्या, दृश्य आणि वातावरण पळोवया. मांडोवी नद्यांतल्यान गोंयच्या दोऱ्यान देगांच्या सोबिताय पळोवपाक खूप बरे दिसता तुम्ही जाणा. आणि ते उघड्या डेकारांसन भांगरालेन सूर्यास्त पळोवप एकदम सुंदर. रातच्या वेळार जहाज चद करून दिव्यांनी नितळलेला असता आणि पंजाचे झोळझेलीत दिवे पळोवन एक उत्सवी वातावरण निर्माण जाता. थंड वारे आणि लहराम संगाता शांत वातावरण असता. दुसरे मनोरंजन आणि संस्कृती. हांगासर तुमका जिवो संगीत मिळता, DJ असता आणि गोंयचे पारंपरिक नाचुई. हे सगळे कार्यक्रम प्रवासान रंग भरतात, एक स्थानिक सांस्कृतिक स्पर्श देतात. काही खास दिवसांत जहाजर पार्टी व समारंभ बी घडून हाडतात. आणि तिसरे व निमान्य म्हूण येता विलास आणि अनुभव. तुमका रुचीक दोऱ्यांतले जेवण आणि पिवपाचे पदार्थ मिळतात. कायम क्रुझेसांचेर खास करून जोडप्यांक मोमबाट्टी उजवादांसन संजेवेळच्या जेवणाची व्यवस्था असता. एकदम रोमॅन्टिक समज जाता. कुटुंबाम आणि इष्टांक सोबीत फोटो काढपाक खूप आवडता. गोंयच्या विलासी जिविताचो हो एक खास भाग म्हणूया जाता. म्हणल्यार गोवा क्रूज दोऱ्या मार्गान गोंयची सोबिताय, संस्कृती आणि विलास अनुभवपाक एक उमोडशीक आणि यादीन उरपासारका मार्ग जावन आसा. Love and laughter fill the night.